ഒരു കുഞ്ഞ് അത് അപ്പനും ഇല്ല അമ്മയും ഇല്ല, പ്രസവിച്ചിട്ട് വഴി ഉപേക്ഷിച്ച പോലെ ഇങ്ങനെ ചോരയെ കിടന്ന് പെരളുകയാണ്. എന്നിട്ട് പറയും, നിന്നെ ഉപ്പ് പുരട്ടിയില്ല. യഹൂദന്മാർ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചെയ്യണ ഉപ്പ് പുരട്ടുക, പൊക്കിക്കൂടി മുറിച്ച് കളഞ്ഞിട്ട് ഉപ്പ് പുരട്ടും. അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയണത്. ഒരു കൊച്ചിന് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ്. യഹൂദന്മാരൊരു കുഞ്ഞ് ജനിച്ച ആദ്യം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പൊക്കിൾക്കൊടി മുറിച്ച് കളഞ്ഞിട്ട് ഉപ്പ് പൊത്തി വെക്കും. അതാണ് അത് ആദ്യം ചെയ്യണത്. അതുപോലും കിട്ടാത്തൊരു കുഞ്ഞിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയണത്. ഇസ്രായേലിനെ കുറിച്ചാണ് പറയണമെങ്കിലും എല്ലാവർക്കും ഇത് ബാധകമാണ്. ആ ഭാഗം ഒന്ന് വായിച്ചേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എസെക്കിയേൽ 16-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. എസെക്കിയേൽ 16:4. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല. നിന്റെ പൊക്കിൽ കൊടി. ഒന്ന് ചിന്തിച്ചേ, പൊക്കിൽ കൊടി മുറിക്കാൻ പോലും ആളില്ലാത്തൊരു ജീവിതം. ബൈസ്റ്റാൻഡർ ഇല്ല, നേഴ്സില്ല. പണ്ടത്തെ രീതിയാണെങ്കിൽ ഹോം നേഴ്സ്. ഇന്നത്തെ അതുപോലെ തന്നെ പണ്ട് വയറ്റാട്ടിന്നും പറഞ്ഞൊരു സംഭവമില്ലേ, അവരാണല്ലോ ഇത് പ്രസവം എടുത്തുകൊണ്ടിരുന്നത് നാട്ടിലൊക്കെ. അങ്ങനെ പോലും ഒരാളെ നിർത്താൻ കാശില്ല, ആളില്ല, നിർത്താൻ ആളില്ല. എന്തൊരവസ്ഥയാണ് ജീവിതത്തിന്. അതിൻ്റെ ഏറ്റവും മോശം കണ്ടീഷനിൽ ബൈബിൾ ഇങ്ങനെ കാണിക്കുകയാണ്. എന്താ പറയണത്? നീ ജനിച്ച കാലത്ത് പറഞ്ഞേ, നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല. നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല. നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല. ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. അമ്മ മാതാവ് ഉണ്ണീശ്വനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും പിള്ളക്കൊച്ച കൊണ്ട് പൊതിയണതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന്. അല്ല, ആർക്ക് മുമ്പ് എന്ത് ചെയ്യണം? പൊക്കിക്കൊടി മുറിക്കണം. അമ്മ തന്നെ മുറിച്ചിട്ടുള്ളൂ, വേറെ ആരും മുറിക്കാനാ? അവിടെ പച്ചപ്പാതിലേക്ക് പ്രസവിച്ചാൽ ആരും മുറിക്കാനാ? ഇത് അമ്മയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായിട്ട് ഇങ്ങനെ തലമുറകളും ജന്മാന്തങ്ങളും പ്രഭതുക്ക് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ പദവിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദൈവം അവരെ ഉരുട്ടി ജീവിപ്പിച്ച് അവരുടെ ജീവിതമുണ്ട്. അവർക്ക് പൊക്കിൾപ്പൊഴി മുറിക്കുക, ഉപ്പ് പെരട്ടുക. അതും അന്യനാട്ടിൽ. സ്വന്തം നാട്ടിൽ പ്രസവിക്കണമെങ്കിൽ നാട്ടുകാരും അയൽവാസികളും ഓടി വരും. ഇതിപ്പോൾ അവർ പ്രസവിക്കണതിന് മണിക്കൂറുകൾക്കുള്ളിൽ അവരിനെ അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോണ കാണാം. അപരിചിതമായ സ്ഥലത്ത് കൊണ്ട് ഇടുകയും. അമ്മ ഇതുപോലെ വഴികരി പ്രസവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് മറിയം പുൽത്തൊട്ടി കൊണ്ടുവന്ന് കിടത്തിയെന്ന് പറയണത്. പുൽത്തൊട്ട് വേറെ. നമ്മൾ വിചാരിച്ചിങ്ങനെ കാലിത്തൊഴുത്തി പ്രസവിച്ചൊന്നല്ലേ. കാലിത്തൊഴുത്തി പ്രസവിക്കണ സൂചന അല്ല ബൈബിളിലുള്ള. ശരിക്കും പറഞ്ഞാൽ വഴികരി പ്രസവിച്ചിട്ട് അവിടുന്ന് പൊക്കിൾക്കൊടി മുറിച്ച് കൊണ്ടുവന്ന് കാലിത്തൊഴുത്തിൽ. ബൈബിൾ എന്താ പറയണത്? മറിയം തൻ്റെ കുഞ്ഞിനെ പിള്ളക്കച്ചയെ പൊതിഞ്ഞ് കാലിത്തൊട്ടിയിൽ കിടത്തിയെന്നാണ്. അല്ല, കാലിത്തൊഴുത്തിൽ പ്രസവിച്ചൊന്നല്ല. അപ്പോൾ വഴിയരികിൽ എവിടെയാണ് പ്രസവിച്ചത്, അവിടുന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് അമ്മ ഈ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അമ്മയെ ദൈവം അങ്ങനെ ആക്കിക്കളഞ്ഞാണ് ശരിക്കും. അപ്പോൾ ദൈവം അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു സാഹചര്യം അവന് ഒരു സിറ്റുവേഷൻസ് വന്നാൽ അവൻ സ്വന്തം നിലയ്ക്ക് ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് അതിനെ അഭിമുഖീകരിക്കണം. അത് കർത്താവിൻ്റെ ഒരു മനസ്സിലിരിപ്പാണ്. അതാണ് പറഞ്ഞത്, പൊക്കിൽ കൂടി മുറിച്ചില്ല, ഉപ്പ് പെരട്ടിയില്ല. പിന്നെന്താ പറയുന്നത്? അടുത്ത വചനം എന്താ? ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേലിനെ കുറിച്ചാണ് പറയണത്. ഇസ്രായേലിൻ്റെ ഈ ലോകത്തിൻ്റെ വെറുപ്പ് ഇപ്പം തുടങ്ങിയതല്ല. ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ദൈവം ഈ രാജ്യത്തെ ജനിപ്പിക്കുമ്പോൾ, ഈ വംശത്തെ ജനിപ്പിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ളവർ ഇവരെ വെറുത്തിരുന്നു. പിന്നെ ബൈബിളെന്ന് പറയണത് ഈ വെറുക്കപ്പെട്ട ജനവുമായിട്ട് ദൈവത്തിൻ്റെ യാത്രയാണ്.
അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, അവർക്ക് വേണ്ടി അവരെ നിലനിർത്തും. ഇത് ഒരു വ്യക്തിയുടെ ആത്മീയ യാത്രയ്ക്ക് സമാന്തരമാണ്. ദൈവം എല്ലാ വ്യക്തികളുടെ കൂടെ ഇതുപോലെ ബേസിക്കായിട്ട് പല ആൾക്കാർക്കും വരുന്ന ഒരു ജീവിതത്തിന് വരുന്ന ഒരു ശുദ്ധ മണ്ടത്തരം എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് കയറി അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് സോ ആൻഡ് സോ ഉണ്ടെന്ന് പറയും. നിങ്ങളെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർക്കെല്ലാം പണി കിട്ടി മാറണ കാണാം. നിങ്ങളെ പലപ്പോഴും ദൈവത്തെ മനുഷ്യന്മാർ അവലംബിക്കുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ കാരണമായി വരുന്നത് പലപ്പോഴും ഇവർ അഭയം പ്രാപിച്ചിരിക്കുന്ന പൊയ് ജന്മങ്ങളാണ്. പലപ്പോഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആധ്യാത്മിക ജീവിതത്തിൽ അമിതമായി ഒരു മനുഷ്യനെ ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നതല്ല, ഞങ്ങൾക്ക് അവരുണ്ട്, അമ്മാവരുണ്ട്, അങ്കിളുണ്ട്, നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങളതൊരു ആസ്തിഭദ്രതയായിട്ട് എടുക്കരുത്. സ്വന്തം ആരോഗ്യം പോലും ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ ആത്മവിശ്വാസം വരും. ആത്മവിശ്വാസത്തിൻ്റെ തന്മാത്ര ഭേദങ്ങൾ, ആത്മവിശ്വാസത്തിലെ തന്മാത്രാ ഭേദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എലമെൻ്റായിട്ട് അത് മാറും. അങ്ങനെ ആത്മവിശ്വാസത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മക്കളുടെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, സ്ഥിര നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ജോലിയുടെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം വന്നാൽ അതിലേതെങ്കിലും സമയത്ത് ഹിറ്റ് ചെയ്തൊരു തന്മാത്ര കയറും. എന്താണ്? ആത്മവിശ്വാസം കൂടും, സൂപ്പർ കോൺഫിഡൻസ് ആവും. കോൺഫിഡൻസിൻ്റെ കൂടെ ഇപ്പോൾ ഒരു വിശ്വാസത്തിന് ഒരു കാര്യം നിങ്ങൾക്ക് ആത്മവിശ്വാസമായി, മക്കള് ജോലിക്കാരനായപ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസമായി. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ അവർക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി കൂടി. കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസിലേക്ക് പോയി. കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസിലേക്ക് പോകുമ്പോൾ ഒരു തന്മാത്ര കയറുന്നുണ്ട്. ഇനി കോൺഫിഡൻസ് ഒരു തന്മാത്ര, ഈ സൂപ്പർ കോൺഫിഡൻസ് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചില ബോഡിയിലേക്ക് സൂപ്പർ കോൺഫിഡൻസ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു പ്രശ്നമാണ്. അത് നേച്ചറിനെ ബാധിക്കുന്ന വിഷയമാണ്. ചിലക്ക് സൂപ്പർ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഉപരി ആത്മവിശ്വാസം. ഇപ്പം നിങ്ങൾ വീട് വെച്ചു, നിങ്ങളുടെ ലോൺ തീർന്നു, ഇന്നലെ കൊണ്ട് ലോൺ അടച്ച് തീർത്തു, മകന് ഇളയവന് ജോലിയുമായി എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ഇന്നലെ കൊണ്ട് വീടിൻ്റെ ലോൺ അടച്ച് തീർത്ത് ഇളയവന് അപ്പം ജോലിയും കിട്ടി, യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വസ്ത്രം പറയുമ്പോഴും കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസ് ആകുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം ആത്മവിശ്വാസമാകും. ഈ ആത്മവിശ്വാസം ചില വ്യക്തികളിലെ ആശ്രയിച്ചിരിക്കും. ചില വ്യക്തികളിലെ അത് അവിടെ ഇരുന്ന് തന്നെ ഈ കള്ള് മിന്നാവിരി ചാരായമാകണ പോലെ തന്നെത്താൻ ചാരായമായി മാറും. കള്ള് വെറുതെ ആരും ഒന്നും ചെയ്യേണ്ടല്ലോ, വെറുതെ ഇരുന്നാൽ മതിയല്ല. വെറുതെ ഇരിക്കുമ്പോൾ അത് മിന്നാവിരിയായി മാറും. കുറച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ചാരായമായി മാറും. അതുപോലെ തന്നെയാണ് ഈ അതികോൺഫിഡൻസിൻ്റെ പ്രശ്നം. അതികോൺഫിഡൻസ് ചില വ്യക്തികളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ നടക്കും. എന്താണ്? അവർക്ക് ബേസിക് അഹന്തയുള്ള ആളാണ്. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നെന്ന് പറയുന്ന വർഗമാണ് ആ സാധനം. പണ്ടാരാണ്ട് ആനപ്പുറത്ത് ഇരുന്നെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ തഴമ്പ് ഇങ്ങനെ തപ്പി നോക്കണ പാർട്ടിയായിരിക്കും. ആ വ്യക്തി അഹങ്കാരിയാണ് ബേസിക്കായിട്ട്.
ഈ ബേസിക്കായിട്ട് അഹങ്കാരിക്ക് സൂപ്പർ കോൺഫിഡൻസ് കയറി കഴിഞ്ഞാൽ അത് ഉടനെ ആത്മനാശത്തിലേക്ക് സാധനം കുപ്പുന്നത് കാണാം. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. എൻ്റെ പേര് ലീന പാപ്പച്ചൻ. ഇതെൻ്റെ ഹസ്ബൻഡ് വിനീത്, 2 മക്കൾ ലെവിനിയ, ലെവിലിൻ. ഞങ്ങൾ വരുന്നത് മരുതപ്പൻ പള്ളിയിൽ നിന്നാണ്. ഞാൻ BSc നേഴ്സാണ്. ഞാൻ നേഴ്സായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. കോൺട്രാക്റ്റ് ആയതുകൊണ്ട് കോൺട്രാക്റ്റ് ഫിനിഷ് ആകുമ്പോൾ അവിടെ നിന്ന് പോരേണ്ടതായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. സാമ്പത്തികമായും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോൺട്രാക്റ്റ് ഫിനിഷായതിന് ശേഷം OET ഒക്കെ എഴുതി UK പോവാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ നാട്ടിൽ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഒരു ഭവനം വേണം ആഗ്രഹമുണ്ട്. സാമ്പത്തികമായിട്ട് ഭവനം ചെയ്യാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ അമ്മ അവിടെ ഇടപെട്ട് ഇരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ട്, എന്നിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, നീ യൂട്യൂബിൽ കൃപാസനത്തെ പറ്റി സാക്ഷ്യങ്ങൾ കേൾക്ക്, നിനക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നീ അത് വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മ അവിടെ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയങ്ങളെ ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിൽ റിക്വസ്റ്റ് വെക്കുക ചെയ്തു. അതിൽ അമ്മ എനിക്ക് ഞാൻ റിക്വസ്റ്റ് വെക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഭവനത്തിന് വേണ്ടിയുള്ള അറേഞ്ച് ചെയ്ത് തന്നു. പെട്ടെന്ന് എനിക്ക് ഒരു 13 സെൻറ്റ് സ്ഥലവും വീടും കൂടെ ചേർന്ന് ഒരു ഭവനം അമ്മ എനിക്ക് ആക്കി തന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. കൂടാതെ ഞാൻ ഫിനിഷായി നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി കരയറ്റി. ഞാൻ പറഞ്ഞു, അറിയാതെ ഒക്കെ എന്തൊക്കെയാണോ അമ്മയിൽ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അതൊക്കെ എനിക്ക് അമ്മ നടത്തി തന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയപ്പോൾ അമ്മ, ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ എടുത്തു. 20 സെപ്റ്റംബർ 2025 24 തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും എടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലൊരു ചെറിയ മുഴ വന്നു. ഞാൻ കൃപാസനത്തിൽ തൈലം തൂക്കുമ്പോൾ തൂത്ത് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അത് ഇല്ലാതാവുകയാണ് ഉണ്ടായത്. കൂടാതെ ഞങ്ങൾ ഭവനം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കൂദാശ നടത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കിണറിനകത്ത് മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ടായി. ഞങ്ങളത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല എന്ന്. ഞാനത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഞാൻ വിഷയം വെച്ച് ഇവിടുത്തെ വെള്ളവും ഉപ്പും കൊണ്ടുവന്ന് അവിടുത്തെ കിണറ്റിൽ ഇടുകയും അടുത്ത ദിവസം തന്നെ അതിലെ ആ സ്മെല്ല് മാറുകയും ഞങ്ങൾക്ക് പിന്നെ അതിന് ശേഷം ഇതുവരെ ആ വെള്ളത്തിൽ അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവുകയുണ്ടായില്ല. കൂടാതെ ആ ദേശത്ത് ഞങ്ങൾ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് വീടിൻ്റെ പരിസരത്തൊക്കെ ചെറിയ ചെറിയ ഒച്ചുകൾ, ആഫ്രിക്കൻ ഒച്ചുകളെന്ന് പറയാം, അത് വരികയുണ്ടായി. എല്ലാ ചെടികളും ഇതുമെല്ലാം നശിപ്പിക്കുകയായിരുന്നു. വീട് പരിസരത്തും ഒക്കെ. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിലെ ഉപ്പ് അവിടെ ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ 3 വർഷമായിട്ട് വീടിന് ചുറ്റുമോ പരിസരത്തോ എങ്ങും ഈ ഒച്ചിൻ്റെ ഒരു ശല്യം ഉണ്ടാവുന്നില്ല. ദൈവത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു.
കൂടാതെ ഞാൻ OET എക്സാം കോൺട്രാക്റ്റ് ഫിനിഷായി കഴിഞ്ഞതിന് ശേഷം ഞാൻ OET എക്സാം എഴുതി. അപ്പോൾ എനിക്ക് C+ ഉണ്ടായിരുന്നുള്ളൂ. അത് UK പോകാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് OET പഠിച്ച് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നു കഴിഞ്ഞ് അത് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ് എടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ ഒഡേപെക്കിൽ നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് കണ്ടു. ഞാൻ ഓൾറെഡി OET C+ ഗ്രേഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്കത് പ്രയോജനമാകുന്ന അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസമായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ഞങ്ങൾ അവിടെ പോയി. ഞാൻ ചെന്നപ്പോൾ അവർ എൻ്റെ C+ ആ സ്കോർ കണ്ടപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് ആദ്യം തന്നെ കയറാം. ഞാൻ കയറി. എനിക്ക് കയറുമ്പോൾ എനിക്ക് തന്നിരുന്ന നമ്പർ 7 ആയിരുന്നു. അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല എക്സാമിന്. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും അതുമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നപ്പോൾ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, നീ സെലക്റ്റഡ് ആണ്, നീ ഈ ഒഡേപെക്കിൻ്റെ ഇതിൽ നിനക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അതിൽ സെലക്ട് ആവുകയും ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എന്നെ എറണാകുളത്ത് കച്ചേരിപ്പടി ലോസ് ആൻഡേഴ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. അവിടെ പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ജർമ്മൻ B1 A1 A2 ക്ലിയർ ചെയ്തു. എക്സാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ ഉണ്ടായി. ഞങ്ങൾ പ്രതിഷീകരണ പ്രാർത്ഥന രാവിലെ 5:00-ക്കും വൈകുന്നേരം 5:00-ക്കും ഉള്ള പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ ഉണ്ടായപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എന്താ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകണം, അഡ്മിറ്റായി. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നു. ഡോക്ടർ ഓരോ ദിവസവും വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. അവർ ആൻറ്റിബയോട്ടിക് മാറ്റി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. രാവിലെ അച്ഛൻ്റെ പ്രതിഷീകരണ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുകയുണ്ടായി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലും വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുകയും ഒരാഴ്ച കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കൂടാതെ ഞാൻ B2-ൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ B2 ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് പ്രയാസമായിരുന്നു. ആദ്യം എല്ലാം അമ്മയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. B2 എക്സാം എഴുതുമ്പോൾ സ്പീക്കിങ്ങിന് എനിക്ക് നല്ല ടഫായിരുന്നു. പറയാൻ പറ്റുമോ ഇല്ലേ, ആകെ ടെൻഷനായിരുന്നു. എല്ലാം നല്ല ടെൻഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പറയുമെന്നുള്ള ടെൻഷനായിരുന്നു. അവിടെ ചെന്നിരുന്ന് സ്പീക്കിങ്ങിനിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാർട്ട്ണറായി എനിക്ക് കിട്ടിയിരുന്നത് എൻ്റെ റൂംമേറ്റിനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പറയാൻ കഴിഞ്ഞു, നല്ല മാർക്ക് മേടിക്കാൻ കഴിഞ്ഞു. അമ്മ അവിടെ എനിക്ക് ആ കുട്ടിയെ തന്നതിനും അമ്മ എനിക്ക് എൻ്റെ കൂടെ ഇരുന്നതിനും കോടാനുകോടി നന്ദി കരയേറ്റുന്നു. കൂടാതെ ഞാൻ B2 ബാക്കി ലിസണിങ്, റീഡിങ്, റൈറ്റിങ് അതിലെനിക്ക് മാർക്ക് കുറഞ്ഞു. ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എഴുതുമ്പോൾ എല്ലാം പഠിക്കേണ്ടതൊക്കെ പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എനിക്ക് ഡേറ്റ് വന്നു. എക്സാം എഴുതുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കറക്റ്റായപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്സാവുമായിരിക്കുന്നു. അത് എനിക്കങ്ങ് റിസൾട്ട് വന്നപ്പം അതിനെനിക്ക് കിട്ടിയില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പൂർണ്ണമായി ഞാനങ്ങ് തകർന്ന് ഒഡേപെക്കിൽ എക്സാം എഴുതുമ്പോൾ 3 അറ്റംപ്റ്റാണ് ഉള്ളത്. 3ാമത്തെ അറ്റംപ്റ്റും കൂടെ ഉള്ളൂ ഇനി ചാൻസ്. അത് എഴുതി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ക്വസ്റ്റ്യനായി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇനി എഴുതാൻ പോകുന്നത് 3ാമത്തെ അറ്റംപ്റ്റ്. എന്തായാലും പാസ്സായി മതിയാവും. പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു. ഇവിടെ തീർത്ഥാടന ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ എന്നെ ശക്തിപ്പെടുത്തി. ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ് വാങ്ങി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തു. കൂടുതലായി പ്രാർത്ഥിച്ചു. ബൈബിള് കൂടുതൽ വായിച്ചു. ജപമാല ചൊല്ലി. എല്ലാം പൂർണ്ണമായി ഞാൻ വിട്ടുകൊടുത്തു. എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ കുമ്പസരിച്ചു, കുർബാന സ്വീകരിച്ചു, ഡെയിലി കുർബാനയ്ക്ക് പോയി. പ്രാർത്ഥിക്കുന്നത് ഓരോ കാര്യങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരെ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. എന്നെ ഫോൺ വിളിച്ച് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ മാതാവ് എനിക്ക് ഓരോ കൂട്ടുകാരെ തന്നു. അതിനായി കോടാനുകോടി നന്ദി കരയറ്റുന്നു. എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ പൂർണ്ണമായും സമർപ്പിച്ച് കുമ്പസരിച്ച് ഞാൻ അവിടെ പോവുകയും പോകുമ്പോൾ കാശ് രൂപം കയ്യിലെടുത്ത് ഉപ്പ് ഞാൻ ഉപയോഗിച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി യൂട്യൂബിലെ ധ്യാനങ്ങൾ കൂടി ഡെയിലി ബ്രെഡ് കൂടി എല്ലാം ചെയ്ത് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. എൻ്റെ മാതാവ് എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും എൻ്റെ കൂടെ എക്സാമിന് കൂടെ ഇരുന്നു. എല്ലാത്തിനും നല്ലപോലെ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് നന്നായി എക്സാം എഴുതുവാനും നല്ല മാർക്ക് വാങ്ങുവാനും അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കൂടാതെ ഈ എക്സാമിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. ഈ 2025 ഡിസംബറിനുള്ളിൽ എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യണം. പക്ഷേ വിഷയം വെച്ച് ഞാൻ എഴുതി വെച്ചു 2025 ഡിസംബർ 22-ാം തീയതി എനിക്ക് 23-ാം തീയതി എനിക്ക് എക്സാം എഴുതണം, അത് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ 5-ാം തീയതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോണ്ടിസ് വന്നു. അപ്പോൾ അത് കാരണം അവിടുന്ന് ഹോസ്റ്റൽ അടച്ചു, വീട്ടിൽ പോകാൻ പറഞ്ഞു. പിന്നെ ഇനി എന്ത് ചെയ്യും, എക്സാമിന് ഡേറ്റ് വരത്തില്ല, എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എല്ലാം ആകെ സങ്കടമായിരുന്നു. ഞാൻ വിഷയം വെച്ച് പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ 16-ാം തീയതി രാവിലെ ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ വിഷയം വെച്ചത് അമ്മയോട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാര്യങ്ങൾ, എന്നിട്ട് എന്താ എനിക്ക് ഡേറ്റ് എടുക്കാൻ സമയം പോലും തരാതെ എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു, നിങ്ങൾക്കൊരു എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, ഡിസംബർ 22-ാം തീയതി നിങ്ങളുടെ എക്സാം ആണെന്ന്. ഞാൻ അത് കണ്ട് ദൈവമേ, ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ ആവശ്യം അമ്മ കണ്ടു, എന്തായാലും ഞാൻ എക്സാം എഴുതും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞാൻ പാസ്സാവുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ഞാൻ പോയി എക്സാം എഴുതി, നല്ലതുപോലെ എനിക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞു. അമ്മ എൻ്റെ കൂടെ ഇരുന്നു, നല്ല വിജയം തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുകയും ഓട്ടോ സ്റ്റാൻഡിലും പൊതുമേഖലാ സ്ഥലങ്ങളിലും അക്രൈസ്തവരായ ആൾക്കാർക്കും ഒക്കെ കൊണ്ടുവന്ന് പത്രം കൊടുക്കുകയും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് കിട്ടിയ അനുഭവങ്ങളും ഒക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കൂടാതെ ആശുപത്രികളിലും പൊതിച്ചോറുകൾ കൊണ്ട് കൊടുക്കുവാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന അമ്മയുടെ ലോക്കറ്റ് അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കും, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കുട്ടികളെ കൂടുതലായി വിശ്വാസത്തിൽ വളർത്തുവാൻ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. കൂടാതെ എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് പീരീഡ്സ് ഇറഗുലറായിരുന്നു. അപ്പം ഞാൻ ആ വിഷയം ഞാൻ ഒരു ഈവനിങ്ങിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപമാല ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പേഴ്സണൽ പ്രെയറും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഴ്സണൽ പ്രെയറിൽ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എൻ്റെ പീരീഡ്സ് ഇറഗുലറാണ്, അമ്മ എനിക്ക് സൗഖ്യം തരണം, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട, അമ്മ എനിക്ക് സൗഖ്യം തന്നാൽ മതി, ഞാൻ എല്ലാ കാര്യവും അമ്മയോടാണ് പറയാറ്, എനിക്ക് സൗഖ്യം തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മെഴുകുതിരി അങ്ങ് മാതാവിൻ്റെ രൂപത്തിലായി മാറി. അടുത്ത ദിവസം തന്നെ എനിക്കത് പീരീഡ്സ് ആവുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും തന്നെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു.